തടിപ്പണിക്ക് പോയിട്ടുണ്ട്, പാറപ്പണിക്ക് പോയിട്ടുണ്ട്, മീൻകടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട്. കണ്ണുനീര് അവനെ കാണുമ്പോ എല്ലാം കണ്ണുനീരാ. എന്റെ പൊന്നുമോൻ പഠിച്ചത് എങ്ങനെയാന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ ചേട്ടൻ ഇങ്ങനെ പഠിച്ച് നല്ലൊരു നില എത്തുന്ന എനിക്ക് പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എന്റെ 17ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. മുഹമ്മദ് കലി അഫ്രാൻ ഈ അനിയൻ കൂലിപ്പണിയെടുത്ത് ചേട്ടനെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ JRF എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ തന്നെ നടത്തിയ ഒരു മത്സര പരീക്ഷയിൽ ഈ കുട്ടിക്ക് പത്തനാപുരത്ത് നിന്ന് പഠിച്ച് അവൻ ഒന്നാമതെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ നാടിന് അഭിമാനം. സഹോദരനാണോ ചങ്കാണോ? അവൻ ചങ്കാണ്, സഹോദരനുമാണ് ചങ്കുമാണ്. അതെ, ഇദ്ദേഹന്റെ അനിയനാണ്. അപ്പം പക്ഷെ എല്ലാരും പറയുന്ന കണ്ട അവനാണ് ചേട്ടൻ എന്ന് തോന്നും. യാഥാർത്ഥ്യം അതല്ല, അനിയനാണ്. അവനാണ് കാര്യങ്ങളെല്ലാം ചെയ്തതും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, വീട്ടിലെ കടങ്ങള്, കാര്യങ്ങള്, വീട്ടിലെ ദൈനംദിന ജീവിതത്തിന് വേണ്ട കാര്യങ്ങള്, അതിനോടൊപ്പം തന്നെ ഈ ഒരു റേഞ്ച് വരെ എനിക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ വിദ്യാഭ്യാസം മാറ്റിവെച്ചുകൊണ്ട് അവൻ തുടർ പഠനത്തിന് ഞങ്ങൾ നിർബന്ധിച്ചിട്ട് പോലും അവനതല്ല, അവൻ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം +2 വരെയാണ്. അത് കഴിഞ്ഞ് AC മെക്കാനിക്കാണ്. പക്ഷെ അതൊന്നുമില്ല, ആ ടൈമിൽ തന്നെ അവന് കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കിനും അവൻ ചെയ്യാത്ത വർക്കില്ല എന്ന് തന്നെ അത് അവൻ തന്നെ പറയാം. അവന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവൻ തടിപ്പണിക്ക് പോയിട്ടുണ്ട്, പാറപ്പണിക്ക് പോയിട്ടുണ്ട്, മീൻകടയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ചിക്കൻ കടയിൽ നിന്നിട്ടുണ്ട്, ഉത്സവ കച്ചവടങ്ങൾക്ക് പോയിട്ടുണ്ട്. അവൻ ചെയ്യാത്ത ജോലിയില്ല. അതുകൊണ്ട് ഇപ്പം എന്നെ പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും അപ്പൊ നമുക്ക് ഒരുപാട് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാസം ഒരു 20,000 രൂപയ്ക്ക് പുറത്ത് അടവുകൾ കാര്യങ്ങളല്ലോ. ഇതെല്ലാം വർഷങ്ങൾ കൊണ്ട് നോക്കി വരുന്നത് അവൻ തന്നെയാണ്. സഹകരണ ബാങ്കിൽ അടവ് കാര്യങ്ങളുണ്ട്, അതും വീട്ടിലെ ചെലവ്, അച്ഛന്റെ കാര്യം, അമ്മയുടെ കാര്യം, എന്ത് വിഷയം വന്നാലും സാമ്പത്തികമായിട്ടുള്ള സകലമാന കാര്യങ്ങളും കുടുംബം നോക്കുന്നത് അവനാണ് അതിനപ്പുറത്തോട്ട്. അപ്പൊ അതിനിടയ്ക്കൂടെയാണ് എനിക്ക് ഇത്ര എത്താനുള്ള അവസരവും അവൻ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ മറ്റാരും അതിനകത്ത് എനിക്കൊന്നും ആരെയും പറയല. അച്ഛനും അമ്മയ്ക്കും അപ്പുറത്ത് അവര് പോലുമല്ല, ഇവനാണ് ഇതെല്ലാം ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ ചേട്ടൻ ഇങ്ങനെ പഠിച്ച് നല്ലൊരു നില എത്തുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചേട്ടൻ ഏറ്റെടുക്കേണ്ട ഭാരങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ എല്ലാം ഞാൻ ഏറ്റെടുത്ത് എന്റെ വീടിന്റെ കാര്യമാവട്ടെ, ചേട്ടന്റെ കാര്യമാവട്ടെ, എല്ലാം അവനെ കഷ്ടപ്പെടാന്ന് പരമാവധി കഷ്ടപ്പെട്ട് അവനെ ഞാൻ ഈ നില എത്തിച്ചത്. ഞാൻ എന്റെ 17ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ. ഞാൻ ആദ്യം ഇവിടെ കാറ്ററിംഗ് സർവീസ് എന്റെ 17ാമത്തെ വയസ്സിൽ കയറിയതാ. അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂർ ജോലിയായിട്ടുണ്ട്. ബാംഗ്ലൂർ ഹൗസ് ഒരു കമ്പനി വെയർ ഹൗസ്, അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നെ കൊണ്ടുപോയതാ. നമ്മുടെ ഇത് മനസ്സിലാക്കി എന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി, സൂരജ് എന്ന പേര്. അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവൻ എന്നെ കൊണ്ടുപോയി, അവിടെ ഞാൻ വെയർ ഹൗസിലായിരുന്നു. അവിടെ നല്ലപോലെ കഷ്ടപ്പെട്ട് പിന്നെ നാട്ടിൽ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ പണിക്കോ, ഉത്സവപ്പറമ്പ് അലുവാക്കടയിൽ പോകും. എന്റെ മെയിൻ എന്ന് വെച്ചാൽ നമ്മള് കുലുക്കി സർബത്തിന്റെ പരിപാടിയാ. കുലുക്കി സർബത്ത് അടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ചെയ്ത് ഇപ്പൊ ഞാൻ ഒരു മീൻ കടയിൽ പൊക്കോണ്ടിരിക്കും. വീട്ടിൽ വന്നാൽ പോലും അവധിക്ക് വന്നാൽ പോലും പുള്ളി ഒരിക്കലും അങ്ങനെ നിക്കത്തില്ല. ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോ അവൻ കൂട്ടുകാരന്റെ മീൻകട നിപ്പുണ്ട്, അവിടെ നിന്ന് വർക്ക് ചെയ്ത് അത് 1000 രൂപയ്ക്ക് 1000 രൂപ അത് ഏൺ ചെയ്യാന്നുള്ള ഒരു നിമിഷം പോലും പുള്ളി വെറുതെ ഇരിക്കും. ഞാൻ തടിപ്പണിക്കാണ് പോയത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇവനെ കട ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മുതലാളി കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും ഇവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. അത്രയ്ക്ക് വിശ്വാസം. അത് ഇവന്റെ അനിയൻ എന്ന നിലയിലാണ് എന്നെ അറിയപ്പെടുന്നത് തന്നെ, അല്ലാതെ എന്റെ ഒരു ഐഡന്റിറ്റി വെച്ചിട്ടല്ല. തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു അനിയൻ എവിടെ കിട്ടുമെന്നുള്ളതാണ്. അത് മറ്റാർക്കും. കാരണം ഈ ഒരു പയ്യൻ നമ്മുടെ സകല സക്സസിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പുള്ളിയാണ്. അപ്പൊ പുള്ളി ഇല്ലെന്നെങ്കിൽ എന്റെ ലൈഫ് എന്നെ വല്ല ഗൾഫിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഞാൻ എത്തി. എന്റെ എല്ലാ വിജയങ്ങളുടെ പിന്നിലും അനിയൻ ഒറ്റ ഒരാളാണ് അതിന്റെ യഥാർത്ഥ അവകാശി. കാരണം ഇവിടം വരെ എത്തപ്പെട്ടത് ഇവൻ ഒരാള് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പൊ അവയില്ലെങ്കിൽ ഇതൊന്നുമില്ല. മോനെ, നിങ്ങളുടെ അഭിമാനമായി നാടിന്റെ. ഈ നാട്ടിൽ ആർക്കും അറിയത്തില്ലായിരുന്നു എന്റെ മോൻ ഇങ്ങനൊരു പഠിത്തം പഠിച്ച് ഇത്രയും വിജയിച്ചെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്റെ മോന്റെ അഭിമാനം. ഞാൻ അതിൽ എന്നും എനിക്ക് കണ്ണുനീര്. അവനെ കാണുമ്പോ എല്ലാം കണ്ണുനീരാ. എന്റെ പൊന്നുമോൻ പഠിച്ചത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോനെ. ഞങ്ങൾ അത്രയ്ക്ക് ദൈവത്തിനെ വിളിച്ചു ഞങ്ങൾ എന്തെല്ലാം പാടുപെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് പാടുപെടുന്നാണ് ഞങ്ങൾക്കെല്ലാം വിഷമോ മക്കളെ, സത്യം പറയോ. അയ്യോ അവനാന്നേ എന്റെ നെടുന്തൂണ്. ഈ മോനെ അതിന്റെ നെടുന്തൂണ്. കാരണം അച്ചാമ്മയാണ് ഞങ്ങളുടെ എല്ലാം. കാരണം ഞങ്ങളുടെ സ്വന്തം രക്തബന്ധങ്ങൾക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ് ഞങ്ങൾ അയൽവക്കമായ ഞങ്ങൾ അച്ചാമ്മയ്ക്കുള്ളത്. അപ്പൊ ഞങ്ങളെ എവിടെ വെച്ചാൽ എന്തുകൊണ്ടാലും 100 തവണ ഞാൻ വിളിച്ചിരിക്കും അച്ചാമ്മ അച്ചാമ്മ. അത്രേ ഇതാണ് ഞങ്ങൾക്ക് അച്ചാമ്മ. എടുത്തോണ്ടൊക്കെ പോകും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ കുഞ്ഞ് ഇച്ചിരി അറിയാറായപ്പം തൊട്ട് അവനെവിടെയും പോയി 10 പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. ആരും അറിയത്തില്ല. അവയിലെ ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ട്. എല്ലാരും വിചാരിക്കും ഇവർ റോങ് ആണ്, അങ്ങനെ അങ്ങ് പോവാണ്. ഇത്രയൊന്നും അല്ലായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ
Colour. നമ്മുടെ നാട്ടുകാര് വരെ നമ്മളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ അച്ചാമ്മ അച്ചാമ്മ, അത്തമ്മ നിങ്ങൾ വിഷമിക്കരുത് മക്കളെ. ഇതാണ് എന്റെ കുടുംബം. അപ്പൊ ആദ്യം തന്നെ എന്റെ പേര് അഫ്രാരിസ് എന്നാണ്. പക്ഷേ ഇവിടെയൊക്കെ നാട്ടിൽ മൊത്തം അറിയുന്ന ഹൂപ്പർ എന്നാണ്, അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. പിന്നെ അച്ഛൻ ഷാജിമോൻ, അമ്മ ഷീജ കെ ഷാജി, അനിയൻ സഫ്രാരിസ്. ഇതാണ് ഫാമിലി. പേരെങ്ങനെയാണ് ഇങ്ങനെ വെറൈറ്റി ആയത്? അതൊക്കെ അച്ഛന് തന്നെ അറിയത്തുള്ളൂ, നമുക്കും അറിയത്തില്ല ഇതിന്റെ അന്ന് ഞാൻ തീരുമാനിച്ചു എല്ലാ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള പേരുകളിൽ നിന്ന് വിഭിന്നമായിട്ട് എന്റെ മക്കൾക്കൊരു വലിയ പേര് കണ്ടുപിടിച്ച് ഞാൻ ചെയ്തതാണ്. അങ്ങനെ അച്ഛൻ നോവൽ എഴുതുമായിരുന്നു, കഥ, കവിത, നാടകം എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ അനിയന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അച്ഛന്റെ കഴിവിനോ കാര്യങ്ങൾക്കോ ഒത്തിരി ജോലിയോ കാര്യങ്ങളോ ഒന്നും അല്ല സാഹചര്യം ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് കാരണം വന്നു പെട്ടത്. എന്നാൽ അവിടുന്ന് മറ്റ് സമ്പന്നരൊക്കെ എങ്ങനെയാണോ അവരുടെ മക്കളെ പഠിപ്പിച്ചത് അല്ലെ അവരെ വളർത്തിയത്, എല്ലാ സൗകര്യം ഇവിടെ മറ്റാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഫെസിലിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തതാണ് അച്ഛൻ. അത് പുസ്തക കച്ചവടം ചെയ്തിട്ടുണ്ട്, തേയില കച്ചവടം ചെയ്തിട്ടുണ്ട്, ചിട്ടി നടത്തിയിട്ടുണ്ട്, പല പരിപാടി അച്ഛൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്ന ജോലി എല്ലാം ചെയ്തു. അനിയൻ എനിക്കൊന്ന് ആ DNA ആണെന്ന് തോന്നുന്നു. രണ്ട് മക്കളെ ദൈവം തന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തില്. എന്താന്ന് വെച്ചാൽ എന്റെ മക്കളായോണ്ട് പറയുന്നതല്ല, ദൈവം സഹായിച്ച് ഇതുവരെ എന്റെ കുഞ്ഞുങ്ങള് നല്ല രീതിയിൽ അവരുടെ സ്വഭാവത്തിലായാലും അവരുടെ പ്രവൃത്തിയിലായാലും എല്ലാ കാര്യങ്ങൾക്കും എന്റെ മക്കള് മുൻപന്തിയിലാണ്. അമ്മ ഒരുപാട് പറയുമായിരുന്നു. ഒരുപാട് എന്നാൽ പോലും പറയും. അവനടുത്ത് പറയടാ നീ പഠിക്കുക, അതൊക്കെ അങ്ങ് നടക്കും അല്ലെ, നീ പഠിക്കുന്ന. പക്ഷെ അവനൊരു ഉറച്ച തീരുമാനം എടുത്തു. അയാളുടെ ജീവിതമല്ല അയാള് നോക്കിയത്, അയാളുടെ ജ്യേഷ്ഠന്റെ ജീവിതമാണ് അയാള് നോക്കിയത്. വേറെ ആരും ചെയ്യാത്ത പോലെ വേറെ കടങ്ങളെല്ലാം മോനാ വിടുന്നു. ഇന്നേ വരെ എന്റെ ചേട്ടൻ ഈ ഒരു നില എത്തുന്ന വരെ ഞങ്ങളുടെ ഈ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കുകയും പുച്ഛിച്ചും തള്ളിയും നടന്നിട്ടുള്ളൂ. കാര്യം സമ്പത്ത് വെച്ചിട്ട് വിലയിരുത്തുന്ന ഒരു സമൂഹമാണ്. എനിക്ക് വളർന്ന സമയത്ത് ഒരുപാട് വേർതിരിവ് ഞാനും അനിയനും പലയിടത്തും നമ്മൾ നേരിട്ടിട്ടുണ്ട്. എന്റെ സ്വന്തം വിദ്യാഭ്യാസം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. പക്ഷെ ഇന്നത്തെ ഞാൻ ആ നാട്ടുകാരോടാ നന്ദി പറയുന്നത്. അന്ന് അവരെന്നെ ഇത്രയും കുറ്റപ്പെടുത്തിയാലും ഇത് പറഞ്ഞെങ്കിലും അന്വേഷിച്ചെങ്കിലും അന്ന് ഞാൻ എടുത്ത ആ ഒരു തീരുമാനമായി, എന്റെ പഠിത്തം പോന്നെങ്കിൽ പോട്ടെ, എന്റെ ചേട്ടനെ ഞാൻ പഠിപ്പിച്ച ആ ഒരു നില എത്തിക്കുമെന്ന് എന്റെ മനസ്സിൽ ഞാനന്ന് ചെയ്ത ഇതാണ്. അതേപോലെ എനിക്ക് ചെയ്യാ പഠിച്ചവനാവട്ടെ, എനിക്ക് അവര് തന്നു, ഞാൻ അവനെ. പക്ഷെ പലർക്കും ഇന്നും അറിയത്തില്ല ഇവൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അവൻ പോകുന്ന ജോലി ചെയ്യുന്നു, അവൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഞാൻ ഇങ്ങനെ കളിച്ചു നടക്കുന്നു. ഇവിടെ 4 മണിയൊക്കെ ആകുമ്പോ സ്കൂൾ വിടും, കോളേജ് വിടും, അവ അവിടെ എല്ലാം പോയി ഇങ്ങനെ എന്നാണ് നോക്കി അടിച്ചു പൊളിച്ച് വൈകിട്ട് കളിക്കാൻ പോയി നടക്കുന്ന എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാം ഒരു അതാണ്. ഇത്രയും വലിയ റേഞ്ചിൽ. കാരണം അതിന്റെ ഏറ്റവും വലിയ ഗുണം അടുത്ത ഒരു 5 വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫെലോഷിപ്പോട് കൂടി എനിക്ക് PhD ചെയ്യാം. മറ്റൊന്നും ഇനി അറിയണം, അത്രയ്ക്കുള്ള ഒരു അവസരമാണ്. മന്ത്ലി വലിയൊരു എമൗണ്ട് നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നത്. 2 വർഷം കഴിഞ്ഞാൽ അത് ഇനിയും ഇൻക്രീസ് ചെയ്യും, സീനിയർ റിസർച്ച് ഫെലോ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനോടൊപ്പം ഡോക്ടറേറ്റ് നേടാം. ഓൾറെഡി കോളേജ് പ്രൊഫസർ ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇത്രയും വലിയ അവസരങ്ങളാണ് എന്റെ അനിയൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നിരിക്കുന്നത്.